ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അരുണിമ. എന്റെ കുട്ടികളെല്ലാവരും ഇന്ന് ക്രിസ്മസ് എക്സാമിന്റെ ഒരു ചൂടിലായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. പ്രഷർ ഇൻ ലിക്വിഡ് ആൻഡ് ഗ്യാസസ് എന്നുള്ള ചാപ്റ്റർ മക്കൾക്കൊക്കെ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മിസ്സിന് മനസ്സിലായിട്ടുണ്ട്. അതായത് നമുക്ക് അതിൽ നിന്നല്ലേ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യങ്ങളായിരിക്കില്ല പലപ്പോഴും വരാറുണ്ടാവുക. കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ അല്ലെ, നമ്മൾ ആലോചിച്ചൊക്കെ എഴുതേണ്ട തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും മിക്കവാറും എക്സാമിന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ഇതെന്താണ് ഒരല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ കുറച്ചുകൂടി ഒന്ന് എളുപ്പത്തിലാക്കാൻ മുൻ വർഷം ചോദ്യങ്ങൾ മിസ് എന്ത് ചെയ്ത് തരാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ത് തന്നെ ആയാലും ഈ ഒരു പാറ്റേൺ അല്ലെ, ഈ ഒരു പാറ്റേൺ അനുസരിച്ച് തന്നെയുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ക്രിസ്മസ് എക്സാമിന് വരിക. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ മക്കളെ, ഇതാ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്? രണ്ട് ചേട്ടന്മാരല്ലേ ഇതാ ഇങ്ങനെ ബൈക്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൈ ശ്രദ്ധിച്ചു നോക്കിയേ നിങ്ങൾ. അവരുടെ കയ്യിൽ ഒരു നീളത്തിലുള്ള അല്ലെ കാർഡ്ബോർഡിന്റെ കഷ്ണവും കൂടെ ഉണ്ട്. അപ്പൊ അടുത്ത ചിത്രത്തിൽ എന്താ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി അല്ലെ. അവർ രണ്ടുപേരും നിലത്തേക്ക് വീണിട്ടുള്ള ഒരു ചിത്രമാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ഇതിലെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപകടത്തിനും വായുമർദ്ദവുമായിട്ടുള്ള ബന്ധം എന്താണ് അല്ലെ. എക്സ്പ്ലെയിൻ ദ റീസൺ ബിഹൈൻഡ് ദിസ് ആക്സിഡന്റ് വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. തീർന്നിട്ടില്ല. ഈ ശാസ്ത്രസത്വം വിശദീകരിച്ച ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? ഹു എക്സ്പ്ലെയിൻ ദിസ് പ്രിൻസിപ്പിൾ. ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട നിങ്ങൾ ക്ലാസ്സിൽ ചെയ്ത ഏതെങ്കിലും ഒരു പരീക്ഷണം വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ എനി അതർ എക്സ്പെരിമെന്റ് റിലേറ്റഡ് വിത്ത് ദിസ്. ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു അപ്ലിക്കേഷൻ ലെവൽ ചോദ്യം തന്നെയാണ് അല്ലെ. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കാം. അപ്പൊ അതേ നിങ്ങൾ നോക്കി ആ ഒരു ചിത്രം നോക്കുന്ന സമയത്ത് അല്ലെ, വേഗം വിട്ടോ എന്ന് പറഞ്ഞ് സ്പീഡിലാണ് പോകുന്നത് ഇവര്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളൊരു വണ്ടി അല്ലെ സ്പീഡിൽ പോകുന്ന സമയത്ത് എന്താ അവിടെ ശരിക്കും സംഭവിക്കുന്നത്? അവിടെയുള്ള വായു എന്ത് ചെയ്യാൻ തുടങ്ങാണ്? വേഗത്തിൽ ചലിക്കാൻ തുടങ്ങാണ് അല്ലെ. എന്താ ചെയ്യാൻ തുടങ്ങുന്നത്? വായു വേഗത്തിൽ ചലിക്കാൻ തുടങ്ങുന്നു അല്ലെ. എയർ മൂവ്സ് വെരി ഫാസ്റ്റ്. അപ്പൊ എയർ പെട്ടെന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആ സ്ഥലത്തെ മർദ്ദം എന്ത് ചെയ്യും? കുറയാൻ തുടങ്ങും അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ചിത്രം. അപ്പൊ ഇവിടുത്തെ സ്പീഡിൽ ഈ ബൈക്ക് ഇങ്ങനെ സ്പീഡിൽ എന്ത് ചെയ്യാണ്? മുന്നോട്ട് കുതിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ എന്തായി? എയർ പ്രഷർ കുറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ലോ എയർ പ്രഷർ എന്ന് എഴുതാം അല്ലെ. ലോ എയർ പ്രഷർ, കുറഞ്ഞ മർദ്ദം. അപ്പൊ നിങ്ങൾക്കറിയാം, വായു വേഗത്തിൽ മൂവ് ചെയ്ത സമയത്ത് മർദ്ദം ഓൾറെഡി കുറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? കൂടിയ മർദ്ദത്തിലുള്ള അല്ലെ, കൂടിയ മർദ്ദത്തിൽ നിന്നുള്ള വായു എന്ത് ചെയ്യും? കുറഞ്ഞ മർദ്ദത്തിലേക്ക് പോവാൻ വേണ്ടി ശ്രമിക്കും അല്ലെ. അപ്പൊ ഇതാ ഇങ്ങനെ കൂടിയ മർദ്ദം ഉള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യും? വായു ഇതാ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും? വരാൻ വേണ്ടി തുടങ്ങും. അപ്പൊ നോക്കിയേ, ഇയാളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു നീളത്തിലുള്ള കാർഡ്ബോർഡ് കൂടി ഉണ്ട് അല്ലെ. അപ്പൊ ഇതിങ്ങനെ മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അയാളുടെ കയ്യിൽ ഒരു നീളത്തിലുള്ള കാർഡ്ബോർഡും കൂടി ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു ബാലൻസ് തകരും അല്ലെ. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? കൃത്യമായിട്ട് ബാലൻസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെ. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് അല്ലെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് എക്സ്പെരിമെന്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ശരിക്കും എന്താ ഇവിടെ സംഭവിച്ചെന്ന് ടീച്ചർ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടെ. സ്പീഡിൽ അല്ലെ, സ്പീഡിൽ ബുള്ളറ്റ് മൂവ് ചെയ്യുന്നത്, നമുക്കിതൊരു ബുള്ളറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ. ഈ ഒരു മോട്ടോർ വണ്ടി പോകുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയാണ്. വേഗത്തിൽ വായു എവിടെ മൂവ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെ, നമുക്ക് എന്തറിയാം? അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അപ്പൊ ഹൈ പ്രഷറിൽ നിന്നുള്ള എന്താ പറയാ, വായു ഒക്കെ എന്ത് ചെയ്യും? ഈ കുറഞ്ഞ പ്രഷറിൽ അല്ലെ, കുറഞ്ഞ മർദ്ദമുള്ള ഇടത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങും. അപ്പൊ കൂടെ എന്തും കൂടെ ഉണ്ട്? ഒരു വലിയ കാർഡ്ബോർഡും കൂടെ വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ബാലൻസ് തകരുകയും ചെയ്യും. കാരണം കൊണ്ട് തന്നെയാണ് അല്ലെ, ഇതേ കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോ നോക്കിയാലും അറിയാലേ, മഴ പെയ്യുന്ന സമയത്ത് രണ്ടാളുകൾ ഇങ്ങനെ ബൈക്കിൽ പോവാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവരെന്ത് ചെയ്യുള്ളൂ? റെയിൻകോട്ട് മാത്രമേ ഇടുള്ളൂ അല്ലെ. ഇനിയിപ്പോ റെയിൻകോട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? വണ്ടി നിർത്തി പുറത്തെവിടെയെങ്കിലും മാറി നിൽക്കും അല്ലെ. ആരെങ്കിലും നിങ്ങൾ ഇതേപോലെ തന്നെ കൊടയും ഉപയോഗിച്ച് അല്ലെ, പിന്നിലിരിക്കുന്ന ആള് മുന്നിലുള്ള ആൾക്ക് കൊടയും ചൂടിക്കൊണ്ട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ഇല്ല അല്ലെ, അങ്ങനെ നമ്മൾ കാണാറില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല അല്ലെ. പുറകിലിരിക്കുന്ന ആള് മുന്നിലുള്ള ആൾക്ക് കൊടയും പിടിച്ചിട്ട് നമ്മൾ സ്പീഡിൽ പോവാൻ ബൈക്കിൽ എന്ന് വിചാരിച്ചാൽ കാര്യമില്ല. കാരണം എന്താണ്, ഈ ഒരു പ്രഷർ വ്യത്യാസം കൊണ്ട് തന്നെ അല്ലെ, മർദ്ദ വ്യത്യാസം കൊണ്ട് തന്നെ പുറകിലുള്ള ആള് മറിഞ്ഞു വീഴാനും ആ വണ്ടി ആക്സിഡന്റ് ആവാനും സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓടുന്ന വെഹിക്കിൾസിൽ അല്ലെ, അതായത് പ്രത്യേകിച്ച് 2 വീലേഴ്സിൽ നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, കൊടയൊന്നും തുറന്നു പിടിച്ച് നമ്മൾ പോകരുത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു കൊടയും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് മർദ്ദ വ്യത്യാസം കൂട്ടാൻ അല്ലെ കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ബാലൻസ് കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന സ്കൂട്ടറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, വീഴും. ഈ കാര്യം മനസ്സിലായോ? അടുത്ത ചോദ്യം നോക്കിയേ മക്കളെ, ഈ ശാസ്ത്രതത്വം വിശദീകരിച്ച ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? ഹു എക്സ്പ്ലെയിൻ ദിസ് പ്രിൻസിപ്പിൾ? നമുക്കറിയാലേ, വായു വേഗത്തിൽ ചലിക്കുന്ന സമയത്ത് അവിടുത്തെ മർദ്ദം കുറയുമെന്നും ആ സമയത്ത് കൂടിയ മർദ്ദമുള്ള ഏരിയകളിൽ നിന്ന് കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തേക്ക് വായു പോകുമെന്നൊക്കെ ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ബെർണൌളി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അല്ലെ. ബെർണൌളിസ് പ്രിൻസിപ്പിൾ ആണ് ഈ ആക്സിഡന്റിന് പിന്നിലുള്ള തത്വം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബെർണൌളിസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് മക്കൾക്ക് അറിയാലോ. തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ബെർണൌളിസ് പ്രിൻസിപ്പിൾ. എന്താണ് ബെർണൌളിസ് പ്രിൻസിപ്പിൾ? ഇത്രയേ ഉള്ളൂ അല്ലെ. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. Pressure of air reduces when it moves fast. This principle was first explained by scientist Bernoulli. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ എന്ത് പറയുന്നത്, ബെർണൌളിസ് പ്രിൻസിപ്പിൾ അല്ലെ, ബെർണൌളിയുടെ പ്രിൻസിപ്പിൾ ആയിട്ട് ഈ ഒരു തത്വത്തിന് നമ്മൾ പറയുന്നത്. അപ്പോ ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നത് എങ്ങനെ നമുക്ക് വിശദീകരിക്കാം? ബെർണൌളിസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്കിത് വിശദീകരിക്കാം. അടുത്ത ചോദ്യം എന്തായിരുന്നു? ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട നിങ്ങൾ ക്ലാസ്സിൽ ചെയ്ത ഏതെങ്കിലും ഒരു പരീക്ഷണം വിശദീകരിക്കുക. നമ്മൾ നിറയെ എക്സ്പെരിമെന്റ്സ് ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആയിരുന്നു ഏത്? 2 ബലൂണുകൾ അല്ലെ. 2 ബലൂണുകൾ നമ്മളിങ്ങനെ തൂക്കിയിട്ടതിന് ശേഷം നമ്മൾ അതിന്റെ നടുക്കില് ഇങ്ങനെ എന്ന് പറഞ്ഞ് ഊതുന്ന സമയത്ത് ബലൂണുകൾ എന്ത് ചെയ്യും, അടുക്കും അല്ലെ. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. നമ്മൾ കുറെ ഓപ്ഷൻസ് തന്നിട്ട് നമ്മൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയത് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതാ നോക്കിക്കേ നിങ്ങൾ, നമ്മൾ 2 ബലൂണുകൾ ഇങ്ങനെ വെച്ച് എന്ത് ചെയ്യാണ്, ആ ബലൂണുകൾ നമ്മൾ നേരെ തൂക്കിയിട്ട് ഒരു വടീന്റെ മുകളിൽ അല്ലെ, എന്നിട്ട് നടുക്ക് നമ്മളിങ്ങനെ ഊതുന്ന സമയത്ത് ആ ബലൂണുകൾ തമ്മിൽ അടുക്കുന്നുണ്ട് അല്ലെ. അതിന് പിന്നിലും എന്താണ്, ബെർണൌളിസ് പ്രിൻസിപ്പിൾ ആണ്. കാരണം എന്താ, നമ്മൾ ഊതുന്ന സമയത്ത് അല്ലെ, ഊതുന്ന സമയത്ത് വായുമർദ്ദം എന്ത് ചെയ്യും, കുറയും. അപ്പൊ വായുമർദ്ദം കുറഞ്ഞപ്പോ ഈ ബലൂണിന്റെ അപ്പുറത്തും ഇപ്പുറത്തും സൈഡിലും ഒക്കെ ഉള്ള സ്ഥലത്ത് എന്താണ്, ഹൈ പ്രഷർ ആണ് അല്ലെ. അപ്പൊ അവിടെയുള്ള വായു നേരെ ബലൂണുകളെ തമ്മിൽ എന്ത് ചെയ്യും, അടുപ്പിക്കും അല്ലെ. കാരണം എന്താ, ആ വായുവിന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് വരണം അല്ലെ. അപ്പൊ അങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ട് ഈ ബലൂണുകൾ എന്ത് ചെയ്യും, അടുക്കും. പിന്നെ നമ്മൾ മാജിക് ബോൾ പറഞ്ഞായിരുന്നില്ലേ, മാജിക് ബോൾ എന്തായിരുന്നു, ഇങ്ങനെ കുറേ തവണ അല്ലെ മേലോട്ട് ഇങ്ങനെ പോകുന്ന ബലൂൺസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. മാജിക് ബലൂൺ ഇതാണ് മാജിക് ബലൂൺ എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെ പൊന്തി 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 ഇങ്ങനെ നിൽക്കും അല്ലെ. അതെന്ത് ചെയ്യത്തില്ല, നിലത്ത് വീഴത്തില്ല അല്ലെ. ഇങ്ങനെ മാജിക് ബലൂണുകള് അല്ലെങ്കിൽ മാജിക് ബോളുകൾ നിലത്ത് വീഴാതെ നിൽക്കുന്നതിന് പിന്നിലും എന്താണ്, ബെർണൌളിസ് പ്രിൻസിപ്പിൾ തന്നെയാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കേ നിങ്ങൾ, ഇവിടെ എന്താണ്, ബലൂൺ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ വല പോലെയുള്ള ഭാഗമില്ലേ, ഇതിന്റെ ഉള്ളിൽ കൂടെ അല്ലെ നല്ല ഹൈ ആയിട്ട് അല്ലെ, നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന എയർ നമ്മൾ എന്ത് ചെയ്യും, മേലോട്ടേക്ക് ഇങ്ങനെ വിടും. അപ്പൊ എന്ത് ചെയ്യും, നല്ല ഫാസ്റ്റ് ആയിട്ട് എയർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ പ്രഷർ എന്ത് ചെയ്തു, കുറഞ്ഞു അല്ലെ. അപ്പൊ ചുറ്റുഭാഗത്തുള്ള ഹൈ പ്രഷർ റീജിയൻ അല്ലെ, അതായത് നല്ല ഉയർന്ന മർദ്ദമുള്ള സ്ഥലത്ത് നിന്നൊക്കെ വായു എന്ത് ചെയ്യും, ആ കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കുറഞ്ഞ മർദ്ദത്തിലേക്ക് വരാൻ ശ്രമിക്കുന്ന ഹൈ പ്രഷർ ഉള്ള വായു വരുന്നു. ഇവിടെ എന്താണ്, ഓൾറെഡി വായു ഒക്കെ എന്താണ്, മേലോട്ട് പോയി അവിടെ മർദ്ദം കുറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ എന്തുണ്ട്, ഇവര് തമ്മിൽ ഒരു ഇങ്ങനെ നിൽക്കും അല്ലെ, ഒരു ബാലൻസ് ചെയ്ത് നിൽക്കും. ആ ഒരു ബാലൻസ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബോളുകളും ബലൂണുകളും ഒക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ഒരിക്കലും എന്ത് ചെയ്യില്ല, താഴേക്കും വീഴത്തില്ല, അധിക ദൂരം മേലോട്ടേക്കും പോകത്തില്ല അല്ലെ. ഇങ്ങനെ എന്ത് ചെയ്യും, അവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കും. അപ്പൊ മനസ്സിലായല്ലോ, ഇതെന്താണ്, ബെർണൌളിസ് പ്രിൻസിപ്പിളിന്റെ മറ്റൊരു അല്ലെ, ഇത് തെളിയിക്കുന്ന മറ്റൊരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ എന്റെ മക്കൾക്കൊക്കെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് അല്ലെ, നിങ്ങൾക്ക് ഇനി ഒന്നും മനസ്സിലാവുന്നില്ല, ഇവിടെ എന്ത് പരീക്ഷണമാണ് നടക്കുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എഴുതി വെക്കുക. വായു
എപ്പോഴും ഉയർന്ന മർദ്ദമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തേക്കാണ് മൂവ് ചെയ്യുന്നതെന്നുള്ള പോയിന്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും അതില് എഴുതി വെക്കുക. എന്താ എഴുതേണ്ടത്? ഹൈ പ്രഷർ റീജിയണിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക്, അല്ലെ? എയർ മൂവ്സ് ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോവർ പ്രഷർ റീജിയൻ എന്ന് നിങ്ങൾ എഴുതി വെക്കുക. അതേപോലെ തന്നെ ബെർണൗളിസ് പ്രിൻസിപ്പിളും കൃത്യമായിട്ട് എഴുതി വെക്കുക, അല്ലെ? ബെർണൗളിസ് പ്രിൻസിപ്പിൾ എന്താണ്? when the എയർ മൂവ്സ് വെരി ഫാസ്റ്റ്, അല്ലെ? നമ്മൾ ഊതുമ്പോ എയർ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും, അല്ലെ? നല്ലോണം നമ്മൾ എന്ത് ചെയ്യും, വീശിക്കൊടുക്കുമ്പോ എയർ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എയർ ഫാസ്റ്റ് ആയിട്ട് എവിടെ മൂവ് ചെയ്യുന്നു അവിടെ എന്ത് ചെയ്യും, എയർ പ്രഷർ കുറയും. അപ്പൊ ചുറ്റുപാടുമുള്ള കൂടിയ പ്രഷറുള്ള സ്ഥലത്തു നിന്നുള്ള വായു കുറഞ്ഞ പ്രഷറുള്ള സ്ഥലങ്ങളിലേക്ക് വരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് മിസ് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇമ്പോർട്ടന്റ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.